നമ്മൾ ലാലേട്ടൻ്റെ കുറച്ച് മൂവീസ് കണ്ടല്ലോ, അതിൽ നിന്ന് അയ്യോ ഞാൻ ചിലർക്ക് ഈ അടിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. കരഞ്ഞില്ല. മോഹൻലാലിന് ഒത്ത വില്ലനായിരുന്നു, അടിപൊളി. പിടിച്ചിരുത്തി കളയും നമ്മൾ, അത്രയും ഒരു അഭിനയം, നല്ല സ്റ്റോറി, നല്ല ഡയറക്ഷൻ. അടിപൊളി മൂവിയാണ്. ലാലേട്ടന് ഒരു രക്ഷയില്ല, പഴയതുപോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്, കാണണം എല്ലാവരും, മസ്റ്റ് വാച്ചാണ്. വില്ലൻ നമുക്കൊന്നും മനസ്സിലാവത്തില്ല, കൊള്ളാം, ഒരു ഡിഫറെൻറ്റ്, കൊള്ളാം, രസമുണ്ട്. കിട്ടില്ല മൂവി, 10/10, കൂടുതലൊന്നും പറയാനില്ല, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. പുള്ളി ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല പുള്ളിനെ വേറെ ഫിലിംസിലൊന്നും. പക്ഷെ ഭയങ്കര നമുക്ക് അത്രയും ദേഷ്യം തോന്നും, അത്രയും ഭയങ്കര ക്യാരക്ടറിനോട് ഭയങ്കരമായിട്ട് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതിലുള്ള. ലാലേട്ടന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് പണ്ടത്തെ ലാലേട്ടൻ ഇപ്പോഴത്തെ ലാലേട്ടൻ അങ്ങനെയൊന്നുമില്ല. ലാലേട്ടൻ കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ആരാ പറയുന്നത്? ഇല്ല ഇല്ല ഇല്ല, സീരിയസ്ലി റിയൽ ലാലേട്ടൻ നമ്മൾ അത് പിടിച്ചിരുത്തി കളയും നമ്മൾ, അത്രയും ഒരു അഭിനയം, നല്ല സ്റ്റോറി, നല്ല ഡയറക്ഷൻ. തരുൺ മൂർത്തിയുടെ കിട്ടില്ല ഡയറക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. നല്ല പടമാണ്, ഫാമിലി പടമാണ്, നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ, അടിപൊളിയായിരുന്നു. സൂപ്പർ, അടിപൊളി. വില്ലന് സൂപ്പർ. മോഹൻലാലിന് ഒത്ത വില്ലനായിരുന്നു, അടിപൊളി. ഇല്ല, ചിലർക്ക് ഈ അടിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അതാണ്. ഉണ്ട്. കരഞ്ഞില്ല. നല്ല സിനിമ, മസ്റ്റ് വാച്ച് മൂവിയാണ്. നല്ല സിനിമയാണ്. ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവായിരുന്നു. നല്ല സിനിമ. വില്ലനും നടനും എല്ലാവരും അടിപൊളിയാണ്. നല്ല സിനിമയാണ്. അത് ശരിയാണ്. വില്ലൻ എൻ്റെ പൊന്നെ ഭയങ്കര പേടിയൊക്കെ തോന്നി. നല്ല സിനിമ, കൊള്ളാം. എടുത്തു പറയാൻ തോന്നിയത് ലാലേട്ടൻ തന്നെയാണ്. കൊള്ളായിരുന്നു. ലാലേട്ടൻ ദൃശ്യം സിനിമയിൽ കണ്ട ഒരു പവർ ബാക്കിൽ അതേപോലെ ആയിരുന്നു സിനിമ. മതി. ഞെട്ടിക്കാനുള്ള സംഭവം എന്താണ്? ഇപ്പം നമ്മൾ ലാലേട്ടൻ്റെ കുറച്ച് മൂവീസ് കണ്ടല്ലോ, അതിൽ നിന്ന് അയ്യോ ഞാൻ